ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലാതെ ശരവണ്ണനെ എന്നെയൊക്കെ മാറി മാറി ചോദ്യം ചെയ്തിട്ട് താൻ എന്താ തോന്നുന്നു ഉദ്ദേശിക്കുന്നത്? അല്ല രഘുവേട്ടാ, ഞാൻ പറയുന്നത് എന്താണെന്ന് താൻ ഇതിനൊന്നും കഴിക്കാൻ സമ്മതിക്കൂ? അതോ സോറി, രഘുവേട്ടൻ കഴിക്കും. അല്ല, അതെങ്ങനെയാ നമ്മുടെ കടം വീടുന്നതിന് എടുക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയൊന്നും പറയരുത് അമ്മാവ. ഞാൻ വെറുതെ പറയോ സംശയം പറയോ ഒന്നും അല്ലല്ലോ. ആന്റിക്കും നിത്യയ്ക്കും ഒക്കെ എന്നെക്കാളും അമ്മാവനെക്കാളും അങ്കിളിനെ നന്നായിട്ട് അറിയാം. നമ്മളെ ഒഴിവാക്കി പോയതുപോലെ ഇവരെ ഒഴിവാക്കി ജീവന് കൂടെ പോയതായിക്കൂടെ? അല്ല, അങ്കിള് പാടത്ത് വന്നത് തന്നെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാ. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാലും എവിടെയൊക്കെ ഒരു വിളക്ക് ചേർക്കൽ കാണുന്നുണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് അങ്കിളിന്റെ വായിൽ നിന്ന് തന്നെ വരണം. ഒരു നന്മയുള്ള മനസ്സിന്റെ ഉടമയായിട്ടാ രഘുവിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജീവൻ അയാളെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കിക്കൂടാനൊന്നുമില്ല. കഷ്ടകാല സമയത്ത് എല്ലാം തിരിച്ചാണല്ലോ സംഭവിക്കുക. അമ്മാവൻ എന്തായാലും അതൊന്നും ചോദിച്ചറിയേ, അല്ലാതെ അമ്മയ്ക്ക് സ്വസ്ഥതയുണ്ടാവില്ല. ശരവണ, நீ எവിടെ போய்க்காரனு? இங்க வெளியில இருந்து சார், பின்னாடியே கொஞ்சம் வேலை இருந்தது. നിനക്കെന്ത് പറ്റി? മുഖത്തെന്താ ഒരു അസ്വസ്ഥത പോലെ? എടാ, നിന്റെ മുഖം കണ്ടാ തോന്നുമല്ലോ പാടത്ത് കുഴിച്ച കുഴിയിൽ നിന്ന് നിന്നെയാണ് കിട്ടിയതെന്ന്. എത്ര കാലായി മനസ്സിന് പിടിച്ചെന്തെങ്കിലും കഴിച്ചിട്ട്. താങ്ക്സ് റോ. മതി. ഇനി എന്തായാലും കുറച്ചു ദിവസത്തേക്ക് യാത്രയൊന്നുമില്ല. ഒറ്റ യാത്ര കൊണ്ട് തന്നെ മടുത്തു. രഘുവേട്ടാ, എന്താ എന്താ രഘുവേട്ട ഇപ്പൊ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കുടുംബത്തോട് അവൻ എന്തുമാത്രം ദ്രോഹങ്ങൾ ചെയ്തതാണെന്ന് രഘുവേട്ടനും അറിയാവുന്നതല്ല. എന്നിട്ട് ഇത്രയും കാലം ഇവിടെ ഇല്ലാതിരുന്ന രഘുവേട്ടൻ പാടത്ത് വെച്ച് ഞങ്ങളെയൊക്കെ കണ്ടിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതെ അവന്റെ കൂടെ കയറിപ്പോയി. എടോ, ഈ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഇങ്ങനൊരു സംസാരം വേണോ? ശരി, കഴിച്ചിട്ട് മതി. ഈ കുടുംബത്തിനെയും ഹരിയെയും എല്ലാവരെയും അവൻ ട്രാപ്പ് ചെയ്തതാ. അതുപോലെ രഘുവേട്ടനെയും അവനെന്തെങ്കിലും കുരുക്കിൽ ചാടിച്ചോന്നാ എനിക്കറിയേണ്ടത്. എന്നെ ആരും ഒരു കുരുക്കിലും ചാടിച്ചിട്ടില്ല. ഞാൻ ശരവണ്ണനെയും കൂട്ടി പാടത്തേക്ക് വന്ന എന്താന്ന് വെച്ചാ, നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം സത്യം ചെയ്യിക്കണമെന്നാണല്ലോ. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ഇഷ്യൂ? തന സാമ്പാർ കുറച്ചും കുഴിച്ചേ. മതി മതി. ശരവണ, என்னம்மா? നീ ഇങ്ങോട്ട് വാ. என்னம்மா? നീ നേരത്തെ എന്നോട് പറഞ്ഞതൊക്കെ കരുതി കൂട്ടി ഉണ്ടാക്കി പറഞ്ഞതാ. സത്യത്തിൽ എന്താ നടന്നെന്ന് നീ രഘുവേട്ടനോട് പറഞ്ഞിരുന്നോ?
ഛേ, എന്താ സുജാത ഇത്? ഒരു പ്രശ്നം തീർന്നു കഴിഞ്ഞാ പിന്നെ അത് അവസാനിച്ചല്ലോ എന്ന് കരുതി ആശ്വസിക്കല്ലേ വേണ്ടത്? അല്ലാതെ ശരവണ്ണനെ എന്നെയൊക്കെ മാറി മാറി ചോദ്യം ചെയ്തിട്ട് താൻ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല രഘുവേട്ടാ, ഞാൻ പറയുന്നത് എന്താണെന്ന് താൻ ഇതിനൊന്ന് കഴിക്കാൻ സമ്മതിക്കൂ? അയ്യോ, അതോ സോറി, രഘുവേട്ടൻ കഴിക്കും. ശരവണ, സുജാതയ്ക്ക് എന്തോ ഇപ്പം ടെൻഷൻ കൂടുതല. വേണ്ടപ്പെട്ടവരുടെ കാര്യമാകുമ്പോൾ അത് കുറച്ച് കൂടും. നീ പൊയ്ക്കോ. ശരിയാ. വേണ്ട, മധുര നൊമ്പരക്കാറ്റ്